ഫൈനലിൽ ഞാൻ കയറത്തില്ല. ഫൈനലിൽ കയറത്തില്ല ക്യാപ്റ്റൻ. എന്തുകൊണ്ടാ? എന്റെ 85 കിലോയും കൂടെ അവർ തൊഴേണ്ട കാര്യമില്ല. വിജയമാണ് വേണ്ടത്. എന്റെ 85 കിലോയും കൂടെ അവർ തൊഴേണ്ട കാര്യമില്ല. ആ ഭാരം കൂടെ ഞാൻ വള്ളത്തെ കൊടുക്കുന്നത്. ലോകത്ത് ക്യാപ്റ്റൻ ഫൈനലിൽ ഇറങ്ങാതെ കപ്പടിക്കുന്ന ഒരേ ഒരു മത്സരം ഒരുപക്ഷെ വള്ളംകളി ആയിരിക്കും അല്ലേ? ബാക്കി എല്ലാ മത്സരവും. പക്ഷേ മിക്ക ടീം അല്ല, ഞാൻ പറഞ്ഞത് വള്ളംകളി. ഇപ്പൊ ഫുട്ബോളിലാണെങ്കിൽ ക്യാപ്റ്റൻ കളത്തിൽ ഇറങ്ങുമല്ലോ. അപ്പം ക്യാപ്റ്റൻ ഗാലറിയിൽ ഇരുന്ന് കപ്പ് വാങ്ങിക്കും. പിന്നെ വെറുതെ ഇരിക്കലല്ല, ക്യാപ്റ്റൻ ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ട്. ഈ ദിവസങ്ങളിൽ മുഴുവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ക്ലബിൻ്റെ കൂടെ ടീമിൻ്റെ കൂടെ ഉണ്ട് പുള്ളി. പക്ഷേ ഇപ്പം വള്ളംകളിക്ക് നമ്മൾ ഗാലറിയെ ഓക്കെ. അപ്പൊ പ്രേക്ഷകരെ കപ്പടിക്കും നമ്മൾ തീർച്ചയായിട്ടും 100% നമ്മൾ കപ്പടിക്കും. PVC സംബന്ധിച്ചിടത്തോളം ഈ വർഷം PVC ഡബിൾ ആട്രിക്ക് എന്നുള്ളത് മാത്രമല്ല, ഞങ്ങളുടെ ടീം മീറ്റിങ്ങിൽ സംസാരിച്ച വിഷയം ഇതെടുത്ത് പുറത്തിട്ടിട്ട് ഞങ്ങളെയൊക്കെ കളിയാക്കിയവരൊക്കെ ഉണ്ട്. ഒത്തിരി അത് നമ്മൾ വള്ളപ്പാഴിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞതിന് കളിയാക്കിയവരൊക്കെ ഉണ്ട്. ആ കളിയാക്കിയവരൊക്കെ ആ വഴിക്ക് പോവും. പക്ഷേ ഞങ്ങൾ അന്ന് പോലും തുടങ്ങി പണി ഈ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഒരൊറ്റ വള്ളപ്പാഴിച്ചിന് PVC ചരിത്രം തിരുത്താൻ പോവുക. PVC ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങളുടെ ചില ചാനൽമാർ ചില ക്യാമ്പുകളിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് 5 വള്ളക്ലബ്ബുകൾ വള്ളാത്തുരുത്തിക്കൊപ്പം ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. അതെല്ലാ വർഷവും പറയുന്നുണ്ട് അവർ, എല്ലാ വർഷവും പറയും. പക്ഷേ ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നത്. PVC ഡബിൾ ആട്രിക്കും എൻ്റെ 12ാമത്തെ കപ്പിനുമാണ് നാളെ ഞങ്ങൾ ട്രാക്കിലേക്ക് പോകുന്നത്.